അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ആണ്. നമുക്ക് പല എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിനും ന്യൂക്ലിയസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ആക്സിലറേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആവശ്യമാണ്. യു നീഡ് ആക്സിലറേറ്റഡ് ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ആൽഫ പാർട്ടിക്കിൾസ് എക്സെട്ര to know more about the nucleus and for performing various nuclear reactions also at the laboratory scale. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്ത് എടുക്കണം ടു വെരി ഹൈ എനർജീസ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ലാബിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ certain equipments which help us in accelerating particles. One such equipment is called linear particle accelerator, or in short it's called Linac, linear accelerator, Linac. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആദ്യം നമുക്കൊന്ന് നോക്കാം. ഈ കൺസ്ട്രക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്കൊരു അയോൺ സോഴ്സ് ഉണ്ട് which produces some ion, positive or negative ion, അതെന്തോ ആയിക്കോട്ടെ. Then you have a series of hollow cylinders, metallic cylinders of varying length. ഇതിൻ്റെ ഡയമീറ്റർ സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ലെങ്ത് കൂടി വരുന്നതായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ കാണുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയാം. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സിലിണ്ടേഴ്സ് ഒരു ടെർമിനലിലേക്ക് ഓഫ് ദി RF ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്പേർഡ് സിലിണ്ടേഴ്സ് ദേ ആർ കണക്റ്റഡ് ടു ദി അതർ ടെർമിനൽ. ഇങ്ങനെയായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ ഈ ഓഡ് നമ്പേർഡ് സിലിണ്ടേഴ്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈവൻ നമ്പേർഡ് സിലിണ്ടേഴ്സ് വിൽ ബി അറ്റ് ദി നെഗറ്റീവ് പൊളാരിറ്റി. നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴേക്കും പൊളാരിറ്റീസ് റിവേഴ്സ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ. ഇനി ഏകദേശം ഇതിൻ്റെ ഒരു സെപ്പറേഷൻ്റെ ഒരു അളവാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്, 30 സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെ സ്പേസിങ്ങിൽ പ്രോഗ്രസീവ്ലി നീളം കൂടി വരുന്ന രീതിയിലുള്ള സിലിണ്ടേഴ്സാണ്, ഹോളോ മെറ്റാലിക് സിലിണ്ടേഴ്സാണ് ലൈനാക്കിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു പോസിറ്റീവ് അയോൺ വരികയാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ ഓഡ് നമ്പേർഡ് സിലിണ്ടേഴ്സ് നെഗറ്റീവ് പൊളാരിറ്റിയിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോസിറ്റീവ് അയോൺ വരുമ്പോൾ പോസിറ്റീവ് അയോൺ will experience a pull towards this negatively charged cylinder. അപ്പോൾ that positive ion will get accelerated. എങ്ങോട്ട്? ഫസ്റ്റ് സിലിണ്ടറിൻ്റെ അടുത്തേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് ഗെയിൻസ് എ വെലോസിറ്റി സേ v1. അപ്പോൾ സിലിണ്ടറിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അതിനൊരു വെലോസിറ്റി v1 കിട്ടിയിട്ടുണ്ടാവും ഡ്യൂ ടു ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ഫ്രം ദിസ് സിലിണ്ടർ വിച്ച് ഇസ് അറ്റ് എ നെഗറ്റീവ് പൊളാരിറ്റി. അപ്പോൾ പോസിറ്റീവ് അയോൺ ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അതിനിപ്പോൾ ഉള്ള വെലോസിറ്റി v1 ആണ്. വൺസ് ഇറ്റ് എൻറ്റേഴ്സ് ദ സിലിണ്ടർ c1, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഹോളോ മെറ്റാലിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ അകത്ത് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി അഡീഷണൽ ഫോഴ്സ് വെൻ ഇറ്റ് ട്രാവൽസ് ത്രൂ ദി സിലിണ്ടർ c1. അപ്പോൾ അത് വന്ന് കയറിയ വെലോസിറ്റി v1 ആണെന്നുണ്ടെങ്കിൽ ആ v1 വെലോസിറ്റിയിൽ, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ അത് സിലിണ്ടറിൻ്റെ അകത്തൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഇത് സിലിണ്ടർ c1ന് പുറത്തേക്ക് വരുന്ന കൃത്യം ആ സമയത്ത് തന്നെ പൊളാരിറ്റീസ് റിവേഴ്സ് ചെയ്യപ്പെടും. അപ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ ഇസ് സെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ പോസിറ്റീവ് അയോൺ ഈ c1 എന്നുള്ള സിലിണ്ടർ ട്രാവൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഇൻസ്റ്റൻറ്റിൽ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ c1 is now at a positive potential and c2 is now at a negative potential. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിന് ഈ സിലിണ്ടർ c1 കാരണം ഒരു റിപ്പൾഷൻ ആണ് അനുഭവപ്പെടുക. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ പുഷ് ടുവേർഡ്സ് ദിസ് സിലിണ്ടർ c2. അപ്പോൾ v1 വെലോസിറ്റിയിലുള്ള ആ പോസിറ്റീവ് അയോൺ വീണ്ടും ഇവിടുന്ന് ഒരു പുഷും ഇവിടുന്ന് c2 സിലിണ്ടറിലെ നെഗറ്റീവ് പൊളാരിറ്റി കാരണം ഒരു പുള്ളും എക്സ്പീരിയൻസ് ചെയ്യും. സോ ഇറ്റ് വിൽ അഗെയിൻ ബി ആക്സിലറേറ്റഡ് ടു c2. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി v1ൽ നിന്ന് v2 എന്നുള്ളൊരു വെലോസിറ്റിയിലേക്ക് മാറുന്നു, ബിക്കോസ് ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ ആക്സിലറേഷൻ.
ഇനി വൺസ് ഇറ്റ് എൻറ്റേഴ്സ് C2 ഇറ്റ് വിൽ അഗെയിൻ എക്സ്പീരിയൻസ് നോ ഫീൽഡ്. കാരണം ഹോളോ മെറ്റാലിക് സിലിണ്ടർ ആണ്, അതിൻ്റെ അകത്ത് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ V2 വെലോസിറ്റിയിൽ സിലിണ്ടർ C2ൽ കയറി കഴിയുമ്പോഴേക്കും പിന്നെ സിലിണ്ടർ C2നകത്ത് ഇറ്റ് വിൽ ട്രാവൽ വിത്ത് വെലോസിറ്റി V2. അപ്പോൾ നേരത്തെ അത് V1 വെലോസിറ്റിയിലാണ് സിലിണ്ടറിൻ്റെ അകത്തൂടെ ട്രാവൽ ചെയ്തത്. ഇപ്പം അതിൻ്റെ വെലോസിറ്റി കൂടിയിട്ടുണ്ട്. നമ്മുടെ പൊളാരിറ്റി സ്വിച്ച് ചെയ്യുന്ന ഫ്രീക്വൻസി അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ എന്തായിരുന്നു കണക്കാക്കിയത്? V1 വെലോസിറ്റിയിൽ അത് ഇത്രയും നീളം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് പൊളാരിറ്റി സ്വിച്ച് ചെയ്തു അല്ലേ? അപ്പോൾ ഇപ്പം അത് കൂടിയ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. കൂടിയ വെലോസിറ്റിയിൽ അതേ സമയത്ത് അത് പുറത്തിറങ്ങുന്ന രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ നീളവും കൂടുതലായിരിക്കണം അല്ലേ? എന്നാലല്ലേ ഈ C1 സിലിണ്ടറിൽ ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന അതേ സമയത്തിൽ തന്നെ കൂടിയ വെലോസിറ്റിയിൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ട്രാവൽ ചെയ്യുമ്പോൾ നീളം സിലിണ്ടറിൻ്റെത് കൂടുതലല്ല എന്നുണ്ടെങ്കിൽ വേഗം പുറത്തിറങ്ങില്ലേ? അപ്പോൾ പൊളാരിറ്റി സ്വിച്ച് ചെയ്യുന്നതും ഇതും തമ്മിൽ ഒരു മാച്ചിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം C2 സിലിണ്ടറിൻ്റെ നീളം കുറച്ച് കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ നേരത്തെ C1 സിലിണ്ടറിലൂടെ ട്രാവൽ ചെയ്യുന്ന അതേ സമയത്തിൽ നമുക്ക് കൂടിയ വെലോസിറ്റിയിലാണ് C2ൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ C2ൽ എൻ്റർ ചെയ്യുന്ന ആ പാർട്ടിക്കിൾ അതേ സമയത്തിൽ തന്നെ നമുക്ക് ഈ അറ്റത്തേക്ക് ട്രാവൽ ചെയ്ത് പുറത്ത് വരുന്ന രീതിയിൽ. ഇനി ആ അയോൺ C2വിൻ്റെ എൻഡിൽ എത്തുമ്പോഴേക്കും പൊളാരിറ്റി വീണ്ടും മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ C2 is now positive and C3 is now negative. So the charged particle will again experience an acceleration towards C3. ഇപ്പോൾ C3യിലേക്ക് വരുന്നത് വീണ്ടും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും ഫ്രം V2 to V3. ഇപ്പോൾ കൂടിയ വെലോസിറ്റിയിലാണ് C3യിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി ഇതേ സമയത്തിൽ ഏത് സമയത്തിലാണോ C2വിൽ നിന്ന് പുറത്തേക്ക് വന്നത്, ഈ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് ട്രാവൽ ചെയ്യാനെടുത്ത അതേ സമയത്തിൽ C3യുടെ ഈ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് എത്തുകയും വേണം. ഇതിൻ്റെ വെലോസിറ്റി കൂടുതലുമാണ്. അപ്പോൾ C3യുടെ ലെങ്ത് എങ്ങനെയായിരിക്കണം? C3യുടെ ലെങ്ത് C2വിനേക്കാളും കൂടുതലായിരിക്കണം. എന്നാലേ നമുക്ക് കൂടിയ ഡിസ്റ്റൻസ് ബൈ കൂടിയ വെലോസിറ്റി ചെയ്യുമ്പോൾ അതേ സമയത്ത് നമുക്ക് C3യിൽ നിന്ന് ചാർജ് പാർട്ടിക്കിൾ എക്സിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമുക്ക് ഗ്രാജുവലി നമ്മൾ V1ൽ നിന്ന് V2, V2ൽ നിന്ന് V3 അങ്ങനെയാക്കി കൂട്ടി ഫൈനലി നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റിയിലേക്ക് നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിക് വർക്കിംഗ് ഇങ്ങനെയാണ്. ഓൾട്ടർനേറ്റ് സിലിണ്ടേഴ്സ് എപ്പോഴും ഡിഫറെൻറ്റ് പൊളാരിറ്റീസ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള C1 ഇപ്പോൾ പോസിറ്റീവ് പൊളാരിറ്റിയിലാണെങ്കിൽ C2 നെഗറ്റീവ് പൊളാരിറ്റിയിലായിരിക്കും. അങ്ങനെ ഓഡ് നമ്പേർഡ് സിലിണ്ടേഴ്സൊക്കെ ഒരേ പൊളാരിറ്റിയിലേക്കും ഈവൺ നമ്പേർഡ് സിലിണ്ടേഴ്സൊക്കെ ഒരേ ഇതിലേക്കുമാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചാർജ് പാർട്ടിക്കിൾ സിലിണ്ടർ എക്സിറ്റ് ചെയ്യുന്ന സമയം ആവുമ്പോഴേക്കും പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ആ റിവേഴ്സ് ചെയ്ത് അടുത്ത ആ ഒരു ഗ്യാപ്പിലാണ് ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ സിലിണ്ടേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലാണ് സിലിണ്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ആ ഗ്യാപ്പിലാണ് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് നടക്കുന്നത്. അങ്ങനെ ഫൈനലി ഒരു സീരീസ് ഓഫ് സിലിണ്ടേഴ്സിൻ്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യപ്പെട്ട് ഫൈനലി യു ഗെറ്റ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ആക്സലറേറ്റഡ് ടു ദി ഡിസയർഡ് വെലോസിറ്റി. ഇനി ഇതിൻ്റെ ഒരു ചെറിയ മാത്തമാറ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് ദി അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഇസ് V, then the kinetic energy is, and if V1 is the velocity gained by the ion on reaching cylinder C1, then half mv1 square can be equated to q times V, where q is the charge on the ion, and V1 square will be 2 times qv by m. Okay, and V1 can be written as square root of 2qv by m. അപ്പോൾ എം എന്ന് പറയുന്നത് അയോണിൻ്റെ മാസ്, ക്യൂ അയോണിൻ്റെ ചാർജ്, ക്യാപിറ്റൽ V എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി C1ൽ നിന്ന് C2ലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V1ൽ നിന്ന് V2ലേക്ക് മാറുന്നു. അപ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ കാരണം ആ
അയോൺ എത്ര കണ്ട് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം: ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ. ആൻഡ് വാട്ട് പ്രൊഡ്യൂസ്ഡ് ദിസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? ദി അപ്ലൈഡ് പൊട്ടൻഷ്യൽ വി. അപ്പോൾ ദ ചാർജ് ക്യാൻ ബി ആക്സലറേറ്റഡ് and its velocity changes from v1 to v2, thereby a kinetic energy change happens. So this can be equated to q times v. അപ്പോൾ ഇതിൽ ഈ ഹാഫ് എം വി വൺ സ്ക്വയർ ടേമിനെ നമ്മൾ വലതുവശത്തേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് നേരത്തെ അറിയാം, തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ. വി വൺ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2qv/m എന്ന് എഴുതാം. അപ്പോൾ ആ 2qv/m നമ്മളിവിടെ വി വൺ സ്ക്വയറിൻ്റെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എം ക്യാൻസൽ ചെയ്യും, 2 ക്യാൻസൽ ചെയ്യും, ആൻഡ് യു ഗെറ്റ് qv പ്ലസ് qv. സോ യു ഗെറ്റ് 2qv. ആൻഡ് ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് v2 സ്ക്വയർ ആസ്, v2 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 2 ഇങ്ങോട്ട് കൊണ്ടുവരിക, എം താഴേക്കും കൊണ്ടുവരിക. അപ്പോൾ യു ഹാവ് 2 ടൈംസ് 2qv/m. ബട്ട് വാട്ട് ഈസ് 2qv/m? 2qv/m is v1 square. Okay, so v2 square is twice v1 square, or v2 is root 2 times v1. Okay, അപ്പോൾ v1-നെക്കാളും എത്ര കൂടുതലാണ് v2 എന്നുള്ളതിൻ്റെ ഒരു അളവാണ്, ഒരു റേഷ്യോ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. v2 is root 2 times v1. ഇനി ഇതേപോലെ നമ്മൾ സെക്കൻഡ് സിലിണ്ടറിൽ നിന്ന് തേർഡ് സിലിണ്ടറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ തന്നെ കൂടിയിട്ടുണ്ടാവും. v2-ൽ നിന്ന് v3-ലേക്ക് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഹാഫ് എം വി ത്രീ സ്ക്വയർ മൈനസ് ഹാഫ് എം വി ടു സ്ക്വയർ ഈക്വൽ ടു ക്യു വി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് v3 ആസ് √3 ടൈംസ് v1. അപ്പം നമ്മളിങ്ങനെ n ട്യൂബ്സ് കഴിഞ്ഞിട്ട് വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ അയോണിൻ്റെ വെലോസിറ്റി വെൻ കമ്പയർഡ് ടു v1 ഇറ്റ് വിൽ ബി √n ടൈംസ് v1. And kinetic energy of the ion would be n times qv, because you can see that second cylinder കഴിയുമ്പോഴേക്കും അതിൻ്റെ kinetic energy എന്ന് പറയുന്നത് ഹാഫ് എം വി ടു സ്ക്വയർ എന്ന് പറയുന്നത് 2qv ആയി മാറുന്നുണ്ട്. അപ്പോൾ ഹാഫ് എം വി ത്രീ സ്ക്വയർ വിൽ ബി 3qv, ഹാഫ് എം വി ഫോർ സ്ക്വയർ വുഡ് ബി 4qv എക്സെട്ര. അങ്ങനെ n സിലിണ്ടേഴ്സ് കഴിഞ്ഞിട്ടാണ് എമർജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് √n ടൈംസ് v1ഉം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് n ടൈംസ് qvയും ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ട്യൂബുകളുടെ ലെങ്ത്ത് ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ എടുക്കണം എന്ന് പറഞ്ഞു. എന്ത് റേഷ്യോയിലാണ് ലെങ്ത്തിൻ്റെ ഇൻക്രീസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? സിലിണ്ടേഴ്സിൻ്റെ ലെങ്ത്ത് ഷുഡ് ഓൾസോ ഇൻക്രീസ് ഇൻ ദ റേഷ്യോ 1:2:3. കാരണം വെലോസിറ്റി അങ്ങനെയാണ് വേരി ചെയ്യുന്നത്. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് നീളവും അതേ റേഷ്യോയിൽ തന്നെ കൂടിയാലല്ലേ ഒരേ സമയത്ത് നമുക്ക് ആ അയോൺ സിലിണ്ടറുകളുടെ അകത്തൂടി ട്രാവൽ ചെയ്യുന്ന സമയം സെയിം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? സിലിണ്ടറുകളുടെ ലെങ്ത് ഈ പ്രൊപ്പോർഷനിൽ കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ വെലോസിറ്റി ഈ ഓർഡറിൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് സിലിണ്ടറുകളുടെ ലെങ്ത്തും ഈ രീതിയിൽ തന്നെ ഇൻക്രീസിങ് ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ കൃത്യം പൊളാരിറ്റി സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അയോൺ ആ ഗ്യാപ്പിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാകത്തിൽ ആവുള്ളൂ. ലെങ്ത്ത് ഒരേ കോൺസ്റ്റൻറ്റ് ലെങ്ത്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഇവിടെ അയോൺ കയറുന്ന വെലോസിറ്റിയിലല്ല രണ്ടാമത്തെ സിലിണ്ടറിൽ കയറുക. അപ്പോൾ രണ്ടാമത്തെ സിലിണ്ടർ ഇതേ നീളം തന്നെയാണെന്നുണ്ടെങ്കിൽ അയോൺ പുറത്തിറങ്ങും, പക്ഷെ പൊളാരിറ്റി മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ആക്സലറേഷൻ അനുഭവപ്പെടില്ല. മനസ്സിലായോ? പകരം ഒരു ഡീസിലറേഷനൊക്കെ ആയിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പാർട്ടിക്കിൾ ആക്സലറേറ്റർ എന്നുള്ള പർപ്പസ് നടക്കില്ല. ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ അയോൺ കൃത്യം ഫസ്റ്റ് സിലിണ്ടറിലൂടെ ട്രാവൽ ചെയ്ത് പുറത്തേക്ക് വരാനാവുമ്പോഴേക്കും പൊളാരിറ്റി സ്വിച്ച് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ആ ഫ്രീക്വൻസിയിൽ പൊളാരിറ്റി സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഈ ലൈനാക്ക് ഫങ്ഷൻ ചെയ്യുള്ളൂ.